വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുരി ബോട്ടമാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 2.5 മീറ്റർ തുണിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുറിച്ച് മേടിച്ചിരിക്കുന്ന തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2.5 മീറ്റർ നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ 4 മടക്കായിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ 2 മടക്കിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു ഇങ്ങനത്തെ റൗണ്ടായിട്ട് വരുന്ന അതിൻ്റെ ഇതായിട്ട് വരുന്ന ഭാഗമില്ലേ, ഓപ്പണായിട്ട് വരാത്ത ഭാഗം, അത് അതേ സൈഡിൽ തന്നെ അതിൻ്റെ തേരിൻ്റെ വശത്തേക്ക് മടക്കി ഇടുക കേട്ടോ. ഒരു ട്രയാങ്കിൾ പോലെ കോൺ ചേർത്ത് മടക്കി ഇടുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ വശവും ഒപ്പമാകത്തക്ക രീതിയിൽ, അതായത് ആ ചുളുങ്ങി കിടക്കുന്നതൊക്കെ കൃത്യമായിട്ട് അത് ഒപ്പം വെച്ച് നമ്മൾ അങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ. എല്ലാം നല്ല ഒപ്പം വെച്ച് നമ്മളിതാ ഇങ്ങനെ കൈ ഒന്ന് ഓടിച്ചു കൊടുക്കുമ്പോൾ അത് ഉള്ളിലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നിവർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ വശവും നന്നായിട്ട് ചുളിവുകളൊക്കെ മാറ്റി ഇട്ടിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ലെങ്ത്ത് വരണത് 34 ഇഞ്ചാണ് വരണത്. വണ്ണം വരണത് 33 വരണത് കേട്ടോ. അപ്പോൾ നമുക്ക് 34 ഇഞ്ചിൻ്റെ കൂടെ നമുക്കൊരു 2 നമുക്ക് കൂട്ടാം. മടക്കി അടിക്കാനും ഒക്കെ ആയിട്ടുള്ള ഇത് നമ്മൾ 2 പീസായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. സീറ്റ് പീസും കാലിൻ്റെ പറഞ്ഞ പീസും, അങ്ങനെ 2 പീസായിട്ടാണ്, ഒറ്റ ഇതിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനും അളവ് നോക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ ലെങ്ത്ത് വരണത് 34. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് നമ്മൾ തയ്യൽ നമ്മൾ മടക്കി അടിക്കാനായിട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് കൂട്ടുകയാണ്. അപ്പോൾ 36 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഇനി 36 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഒരു 8 മൈനസ് ചെയ്യണം. 8 എന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് പീസ് നമ്മൾ 8 ലെങ്ത്തിലാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാവർക്കും ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചുരി ബോട്ടം കട്ട് ചെയ്യുന്നത്. അപ്പോൾ 8 ലെങ്ത്ത്. അപ്പോൾ ആ 36ൽ നിന്ന് 8 മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ അത് എടുക്കാനായിട്ട്. 28 നമുക്ക് ലെങ്ത്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ 28 ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചുരി ബോട്ടമാണ് വെട്ടേണ്ടത്. ചുരി ബോട്ടത്തിന് നമുക്ക് താഴെ ഭാഗത്ത് കുറച്ച് ചുരുക്കുകൾ നമുക്ക് വേണം. അതിനനുസരിച്ച് വേണം കേട്ടോ നമുക്ക് വെട്ടാൻ. അപ്പം നമ്മളിവിടെ ആദ്യം കാലിൻ്റെ താഴെ വരുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് ഏകദേശം ഒരു 4-4.5 നമുക്ക് മതിയാവും. പക്ഷെ നമ്മൾ തയ്യൽ തുമ്പും കൂടി കൂട്ടി 6 മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ കോൺ വരുന്ന ഭാഗത്ത് ഏത് ഭാഗത്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അളവ് കിട്ടുന്നത്, അവിടെ വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. താഴത്തൊക്കെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല, അത് വൃത്തികേടാവും. അപ്പം നമ്മൾ എപ്പോഴും തുണിയുടെ ഇത് താഴെ ഭാഗം കിട്ടത്തക്ക വിധത്തിൽ വേണം, നമ്മൾ മുഴുവനായിട്ടും കിട്ടത്തക്ക വിധത്തിൽ വേണം കേട്ടോ നമ്മൾ മുറിക്കാൻ. അവിടെ ജോയിൻ്റൊക്കെ ചെയ്ത് കയറ്റാനായിട്ടുള്ളൊരു ഇതിൽ നമ്മൾ കട്ട് ചെയ്യരുത്. അപ്പം നമ്മൾ ഈ 28ൻ്റെ കൂടെ നമ്മളൊരു 10 കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ് കേട്ടോ, കൂട്ടുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് താഴെ ഭാഗത്ത് കുറച്ച് ചുരുക്ക് വേണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളൊരു 10 കൂടി കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് 38 നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ 38 നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് വണ്ണമാണ് വേണ്ടത്. അപ്പം നമ്മളിവിടെ വണ്ണം അതും നമ്മൾ കൂട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് ചുരുക്ക് ഫ്രണ്ടിൽ നമ്മൾ 2 ഭാഗത്തും ഒരു 2-3 ഒരു ചുരുക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചുരി ബോട്ടം തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 13 അല്ലെങ്കിൽ 14 ഈ ഒരു അളവിലാണ് നമ്മൾ വണ്ണം എടുക്കാറുള്ളത് കേട്ടോ. 13 അല്ലെങ്കിൽ 14. ഇനി ഒരു വണ്ണം ഉള്ളതിനനുസരിച്ചാണെങ്കിൽ 15, ഒരു 16 ആ ഒരു, അല്ലാതെയുള്ള അളവുകൾ ഈ ഒരു 13, 14 ആ ഒരു ഇതിൽ മതിയാവും കേട്ടോ. മീഡിയം ആ ഒരു ഇതിലൊക്കെ നമുക്ക് ആ ഒരു ഇത് മതിയാവും.
എന്നിട്ട് നമ്മൾ അവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ വീതി മാർക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. നമ്മളിതാ ഒരു 13 നമ്മൾ അളന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മൾക്ക് ഇത് സെറ്റായിട്ട് വന്ന ചുരിദാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഒരു മോൾ ഭാഗമൊക്കെ നമുക്ക് ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല എടുക്കാനായിട്ട്, എന്നുവെച്ചാൽ അത് തുണി കുറവായിരിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജോയിൻ്റ് അടിച്ച് കയറ്റേണ്ടി വരും. അപ്പം നമ്മൾ താഴേക്ക് നമ്മൾ എടുക്കുന്നത് 10.5 കേട്ടോ. 10.5 ആ ഒരു ഇത് മതി. കാരണം നമ്മൾ 2 പീസാണ് എടുക്കുന്നത്. അതേസമയം നമ്മൾ ഒറ്റ പീസിലാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടെ സീറ്റിൻ്റെ ഇത് താഴത്തേക്ക് ഇറക്കേണ്ടി വരും കേട്ടോ. 10.5 ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇടാൻ പറ്റാണ്ട് വരും. അപ്പോൾ ഒരു ഒറ്റ പീസിലാണ് നമ്മൾ തയ്ക്കുന്നത്. ജോയിൻ്റ് കയറ്റാതെ സീറ്റ് പീസ് സെപ്പറേറ്റ് ചെയ്യാതെ ഒറ്റ പീസിലാണ് തയ്ക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ 10.5 എടുത്ത സ്ഥാനത്ത് നമ്മൾ 8 സീറ്റ് പീസിന് മാറ്റിയാൽ അതും കൂടി കൂട്ടിയിട്ട് ഒരു 16 17 ആ ഒരു ഇതിൽ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. സീറ്റ് ഇത് ലെങ്ത്ത് അങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്നിട്ട് സീറ്റ് അവിടെ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നൊരു കേർവ്, ചെറിയൊരു കേർവായിട്ട് കണ്ടോ ആ ഒരു ഇതിപ്പോൾ താഴത്തേക്ക് വരയ്ക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ സീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കേർവാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് കുഴിച്ച് വരച്ച് കളയരുത്. വരച്ചാൽ അത് ബോട്ടം ചുരി ബോട്ടത്തിന് അത്രയും പ്രശ്നം ഉണ്ടാവില്ല. മറ്റേ നമ്മുടെ സാധാരണ ആ ബോട്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെയൊക്കെ വരത്തില്ല. അത് അവിടെ കുഴിഞ്ഞ് പോകുന്ന കൊണ്ടിട്ടാണ്. അപ്പം അത് ജസ്റ്റ് ഒരു ഇത് മാത്രം മതി. കണ്ടോ ആ ഒരു കേർവ്, ചെറുതായിട്ടൊരു കേർവ് മാത്രം മതി. കണ്ടോ ആ ഒരു രീതിയിൽ വരച്ചു കൊടുത്താൽ മതി. കുഴിക്കണ്ട, ഒരു ചെറിയൊരു ഒടിവ്, ഒരു കേർവ് ആ ഒരു ഇതിൽ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ താഴേക്കും എല്ലാവരും നമ്മൾ താഴെ ഒരു 6 മാർക്ക് ചെയ്തിരുന്നില്ലേ, അങ്ങോട്ട് നമ്മൾ ഒരു ഇതിൽ വെച്ചിട്ട് ഒരു ഉദ്ദേശം വെച്ചിട്ട് ആ ഒരു ഇതിൽ അങ്ങോട്ട് നമ്മൾ വരച്ച് പോവുകയാണ്. എന്തായാലും നമ്മൾ അത്യാവശ്യത്തിന് തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1.25 ഇഞ്ചോളം തയ്യൽ തുമ്പ് വരും. അപ്പം നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മളെപ്പോഴും ഞാൻ അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് നന്നായിട്ട് ഇട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ഇനി വണ്ണം കൂടുകയോ നമുക്കൊന്ന് അത് ഒന്ന് വണ്ണം കൂട്ടിയെടുക്കണോ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് നമ്മൾ ബോട്ടം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വരച്ച ആ ഒരു ലൈനിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് പോവാം കേട്ടോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം അടയാളപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗമാണ് അടയാളപ്പെടുത്തി. അതേസമയം നമ്മൾ ടോപ്പിന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതും വെട്ടേണ്ട ഇതുമൊക്കെ മാറ്റി മാറ്റി നമ്മൾ അടയാളപ്പെടുത്തും. അപ്പോൾ ഇത് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതങ്ങോട്ട് വെട്ടിപ്പോവാം. അതല്ല നമുക്ക് പീസ് കയറ്റേണ്ട ഒരു ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ മോൾ ഭാഗത്തായിരിക്കും അതിൻ്റെ പീസ് കയറ്റേണ്ട ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു അങ്ങനത്തെ ഒരു ഇത് ഇനി ചെയ്യുമ്പം അത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് സെറ്റ് പീസ് കിട്ടുക. നമ്മൾ മടക്കി കോണോട് കോൺ ചേർത്ത് മടക്കി ഇടുമ്പം ഒരു പീസ് അതിൻ്റെ വലുതും ഒരു പീസ് ചെറുതൊക്കെ ആയിട്ടായിരിക്കുള്ളൂ നമുക്ക് കിട്ടുക. അപ്പം ഒരുപാട് വ്യത്യാസം വരും. ചിലതൊക്കെ നല്ല വ്യത്യാസം വരും. അപ്പം നന്നായിട്ട് പീസ് കയറ്റേണ്ടി വരും. പക്ഷെ മുകൾ ഭാഗത്താകുമ്പം അത് കുഴപ്പമില്ല, നമുക്ക് കാണത്തില്ലല്ലോ, കുഴപ്പമില്ല അത് അങ്ങനെ വരുമ്പോൾ. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അടുത്ത വീഡിയോയിൽ അങ്ങനത്തെ ഇത് വരുമ്പോൾ നമ്മൾ അത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വണ്ണമൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് മാത്രം വെച്ചിട്ട് അവിടെ ഒരു
ഒരു പീസ് നമ്മൾ റെഡിമെയ്ഡ് ഇതിന് കണ്ടിട്ടില്ലേ, ഒരു ട്രയാങ്കിൾ പീസ് സെൻറ്റർ ഭാഗത്തായിട്ട് ഉണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ നമുക്ക് കോർണർ ആയിരിക്കുള്ളൂ തികയാണ്ടൊക്കെ വരണത്. ഇങ്ങനെ മാത്രമായിരിക്കില്ല, നന്നായിട്ട് വീതിയിൽ കുറവ് വരണതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ താഴത്തെ ഒരു പീസ് നമുക്ക് ലെങ്ത്ത് കിട്ടും, മുകളിലത്തെ ഒരു 2 പീസ് നമുക്ക് ലെങ്ത്ത് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഇത് നമുക്ക് അവിടെ വേണ്ട അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ വെട്ടിപ്പോയ കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ, അതിൻ്റെ അകത്തുനിന്ന് അതിന് പറ്റിയ ഒരു ഇത് എടുത്തിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ഭാഗമായിരിക്കണം നമ്മൾ നമ്മുടെ തുടിയുടെ ഒപ്പം നമ്മൾ വെച്ചിട്ട് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. സ്ട്രെയിറ്റ് തന്നെ ഭാഗമായിരിക്കണം, കോണോട് അത് ക്രോസ് ഭാഗമായിരിക്കരുത്. കണ്ടോ, കോണോട് ആ ഒരു സ്ട്രെയിറ്റ് വരണ ഭാഗം, എന്നാലേ നമുക്ക് ഫിനിഷായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി ഇങ്ങനെ വലിഞ്ഞ് അത് ഇങ്ങനെ ചുരുങ്ങി വരണ പോലെ ഇരിക്കും അവിടെ. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് വേറെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്രോസ് പീസ് കയറ്റേണ്ട ഇത് പറഞ്ഞില്ലേ, അപ്പോൾ അത് നമ്മൾ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ. നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നില്ല എങ്കിലും നമ്മളത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരുന്നതാണ്. ഇപ്പം നമ്മളിത് സീറ്റ് പീസ് എടുക്കാനുള്ള ഒരു ഇതിൽ നമ്മൾ 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഒരു ഇതിൽ നിന്ന് നമ്മൾ 2 പീസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് വന്ന 2 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ജോയിൻറ്റ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതൊക്കെ കറക്റ്റാക്കി അതിൻ്റെ 2 തേരുവശവും ഒന്നിച്ച് വരത്തക്ക രീതിയിൽ കറക്റ്റാക്കി വെച്ചിട്ട് വേണം അളവ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ വശവും ഒപ്പം വെച്ച് കറക്റ്റാക്കി നോക്കി, എല്ലാ വശവും ഒപ്പമാണോ എന്ന് നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അവിടെ വീതി വേണ്ടത് നമുക്ക് 8 ഇഞ്ചല്ലേ നമ്മൾ പറഞ്ഞത്, ആ 8 ഇഞ്ചാണ് നമുക്ക് അവിടെ ലെങ്ത്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതൊന്ന് ജോയിൻറ്റ് ചെയ്യണമല്ലോ, ആ ഒരു ഭാഗം നമ്മൾ ഒരു 1/2 ഇഞ്ച് മാറ്റി നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവിടെ ജോയിൻറ്റ് ചെയ്ത് അടിച്ച് കളയാനുള്ളതാണ്. പിന്നെ നമ്മൾ 8 മാർക്ക് ചെയ്ത് പോവാണ് കേട്ടോ. നമ്മൾ ആ ലൈൻ ഇട്ടതൊന്ന് ഒരു റഫായിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് നമ്മൾ ലൈൻസ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ വണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വണ്ണം വരുന്നത് 33 നമുക്ക് ഇതിൻ്റെ വണ്ണം വരുന്നത്. അപ്പം വണ്ണത്തിൻ്റെ കൂടെ നമ്മളെന്ന് വെച്ചാൽ ഇതിലും നമ്മൾ കറക്റ്റ് ആ ഒരു ഇതിലല്ല നമ്മൾ എടുക്കുന്നത്. നമുക്ക് ബോട്ടമാണ്, നമുക്ക് ചുരുക്ക് വേണം. നമ്മൾ വള്ളിയാണെങ്കിലും എലാസ്റ്റിക് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അവിടെ നമ്മുടെ വണ്ണത്തിനേക്കാൾ ഇരട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുരുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളത് ഈ വണ്ണം 33ൻ്റെ കൂടെ നമ്മളൊരു 5 കൂടി ആഡ് ചെയ്യുകയാണ് കേട്ടോ. 5ഓ 6ഓ അത് ഒരുപാട് കൂടണ്ട, 5ഓ 6ഓ ഒന്ന് കൂട്ടി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ നമുക്കൊരു 6 തന്നെ കൂട്ടിയെടുക്കാം. അപ്പം നമുക്ക് 33ൻ്റെ കൂടെ 6 കൂട്ടുമ്പം 39 കിട്ടത്തില്ലേ. അപ്പോൾ 39ൽ നിന്ന് നമ്മൾ തയ്യൽ തുമ്പും അതായത് നമുക്ക് ആ ഒരു സെൻറ്റർ വരണ ഭാഗം, അതായത് നമ്മുടെ ഫ്രണ്ട് വരണ ഭാഗം നമുക്ക് അത് ആ തുണികൾ രണ്ടും വന്ന അറ്റം നമുക്ക് മടക്കി അടിക്കേണ്ടതുണ്ട്. സിബ്ബൊക്കെ വെക്കുമ്പോൾ നമ്മൾ അടിക്കത്തില്ലേ മടക്കി, അതേപോലെ മടക്കി അടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഇത് കണ്ടിട്ട് വേണം. അപ്പോൾ നമ്മൾ ഈ 39ൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു എളുപ്പത്തിന് നമുക്കൊരു 40 എടുക്കാം. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്, 20 വരണത്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 21 നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു 1 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ വ്യത്യാസം വന്നാലും നമുക്കത് കുഴപ്പമില്ല കേട്ടോ, അവിടെ ചുരുക്ക് വരാനുള്ളതാണ്.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പീസ് ഒരുപാട് വണ്ണമുള്ളവർക്കൊക്കെ നമ്മൾ ഒരു പീസ് ഒരു ജോയിൻ്റ് അവിടെ വരാറില്ലേ, ഒരു പട്ട പോലത്തെ ഒരു ഇത് നമ്മൾ വരാറില്ലേ. അപ്പം അതിന് വേണ്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഒത്തിരി വീതിയുള്ള പീസായിരിക്കണം കേട്ടോ. അത് ഒരുപാട് വീതിയൊന്നും വേണ്ട, നമ്മൾക്കത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടണം, ആ ഒരു മുറിച്ച് എടുക്കാൻ പാകത്തിലുള്ള ഒരു പീസ്. അപ്പം അത് നമ്മൾ എന്നിട്ടൊന്ന് നമ്മുടെ സ്ട്രെയിറ്റ് വരണ ഭാഗം എടുത്തിട്ട് ഒന്ന് മടക്കി എടുക്കുക. ഇതേപോലെ മടക്കി എടുക്കുക. അതൊരു നമുക്ക് അതിൻ്റെ ലെങ്ത്ത് ഒരു 6-7 ഒക്കെ മതിയാകും. അത്രയും മതിയാവും. പിന്നെ അതിൻ്റെ വീതി നമുക്കൊരു മടക്കി ഇതൊരു മടക്കല്ലേ നമ്മൾ മടക്കിയിരിക്കുന്നത്, ഇനി അതൊന്നും കൂടി ഒന്ന് മടക്കണം. കണ്ടോ, ആ രീതിയിൽ ഒന്നും കൂടി മടക്കണം. കണ്ടോ, എന്നിട്ട് വേണം നമ്മൾ ആ ഒരു ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ ഭാഗം, അതായത് മടങ്ങി വന്നിരിക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗത്ത് നമുക്കൊരു 3 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ആ മുകളിലേക്ക് വരണത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അവിടെ ട്രയാങ്കിൾ പോലെ മുകളിലേക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ അത് വിടർത്തി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പീസ് നമുക്ക് കിട്ടും. ആ ഒരു പീസാണ് നമ്മൾ അവിടെ ആ ഒരു ഇവിടെ അടിച്ച് കയറ്റേണ്ടത്. അപ്പോൾ നമുക്ക് കാലിനൊക്കെ ഒരുപാട് വണ്ണമുള്ളവർക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പീസ് വെച്ച് കൊടുത്ത് തയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ അടിച്ച് പോകുന്ന ആ ഒരു രീതിയിൽ പഠിച്ച് കഴിയുമ്പോൾ അത് ഈ ഒരു രീതിയിലായിരിക്കും വന്ന് നിൽക്കുക. കണ്ടോ, അവിടെ ആ ഒരു ഇത് നമുക്ക് കിട്ടും അങ്ങനെ. അപ്പോൾ അത് നമ്മൾ ഇനി ഒരു ഇത് ചെയ്യുമ്പം നമ്മൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ അത് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകണം എന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തരണത്. നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ സീറ്റ് പീസാണ് നമ്മൾ തയ്ക്കാനെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, അത് 2 പീസായിട്ടല്ലേ നമുക്ക് കിട്ടിയിരിക്കണം, ഒറ്റ പീസല്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം അത് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ആ ഒരു ഭാഗം ഒപ്പം വെച്ചിട്ട് നമ്മൾ അത് നമുക്കൊരു 1/2 ഇഞ്ച് നമ്മൾ അവിടെ ഒരു മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇതിൽ നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അതൊന്ന് വിടർത്തിയിട്ടിട്ട് അതിൻ്റെ നല്ല വശത്തുകൂടി ആ സ്റ്റിച്ച് വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തുകൂടി പതിച്ച് അടിക്കുമെന്ന് പറയത്തില്ലേ, ആ ഒരു ഇതിൽ അടിച്ചു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ആ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയും കൂടി ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല സ്ട്രോങ് ആകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെയും കൂടി നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ അത് തിരിച്ചിട്ടിട്ട്, അതായത് നമ്മുടെ സ്റ്റിച്ച് കാണാത്ത ഭാഗമില്ലേ, അതായത് തയ്യൽ തുമ്പ് വന്നിരിക്കുന്ന ഭാഗം കാണാത്ത ഭാഗമില്ലേ, ഉള്ളുഭാഗം, ആ ഉള്ളുഭാഗം ഉള്ളിൽ വരത്തക്ക വിധത്തിൽ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേര് വന്നിരിക്കുന്ന ആ ഭാഗം കണ്ടോ, അപ്പോൾ അത് ആ ഭാഗത്താണ് നമ്മളത് അതിൻ്റെ മോള് ഭാഗമായിട്ട് മടക്കി അടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇനി ഈ 2 ഭാഗത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ സൈഡ് ഇങ്ങനെ തിരിച്ച് മടക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അത് കണ്ട് നമ്മളൊരു 1 ഇഞ്ചോ 1.25 ഇഞ്ചോ ഒക്കെ വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.25 ഇഞ്ചൊക്കെ നീക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ അതിൻ്റെ മോള് ഭാഗം ഫുള്ളായിട്ട് അടിച്ച് പോകണ്ട, നമുക്ക് മോള് ഭാഗം അടിച്ച് മറിക്കാനുള്ള, നമ്മൾ വള്ളി ഇടാനുള്ള ആ ഒരു ഇത് നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് കണ്ട് ഒരു 2 ഇഞ്ചൊക്കെ വിടുന്ന രീതിയിൽ നമുക്ക് അവിടെ വന്ന് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്ത് താഴത്തേക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അങ്ങനെ ഡബിൾ സ്റ്റിച്ച് അവിടെ കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ഭാഗം കണ്ടോ, ഇതിങ്ങനെ നിൽക്കും, നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അങ്ങനെ നിൽക്കും. അപ്പോൾ അതിങ്ങനെ 2
പീസാണ്. അത് നമ്മൾക്കിനി 2 സൈഡിലേക്കും മടക്കി നമ്മൾ സിബൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അടിക്കത്തില്ലേ, ആ ഒരു രീതിയിൽ ഇതേപോലെ മടക്കി നമുക്ക് അടിച്ച് കളയണം കേട്ടോ. കണ്ടോ, ആ ഒരു രീതിയിൽ. വീഡിയോ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അപ്പം ആ ഒരു രീതിയിലാണ് അടിച്ച് കളയേണ്ടത്. അപ്പം നമുക്ക് അത് അങ്ങനെ ആ ഒരു ഇത് അടിച്ചു കൊടുക്കുക. അപ്പം അത് ആ സ്റ്റിച്ച് മടക്കി അടിക്കുന്നത് നമ്മൾ മോള് വരെയുള്ള ഭാഗം നമ്മൾ മടക്കി അടിക്കണം കേട്ടോ. അത് മുഴുവനായിട്ടും അടിക്കണം, മോള് വരെ അറ്റം വരെ അടിച്ച് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളുടെ വെട്ടിയ പീസ് അങ്ങനെ തന്നെ മുകളിൽ നിൽക്കത്തില്ലേ. ജോയിൻ്റ് ചെയ്ത് കളയണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടിട്ടാണ്. അപ്പം അത് അടിക്കുമ്പോൾ മനസ്സിലാവും. ജോയിൻ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മടക്കി അടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ആദ്യപടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എല്ലാവരും തയ്ക്കുന്ന പലരും പല രീതിയിലൊക്കെ ആയിരിക്കുള്ളൂ തയ്ക്കുന്നത്. നമുക്ക് ഓരോ കംഫോർട്ടായിട്ടുള്ള രീതിയിലായിരിക്കുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അധികം നൂല് ഒക്കെ ഇതായി നിൽക്കുന്നത് നമ്മളൊന്ന് കട്ട് ചെയ്ത് നൂലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും നമുക്ക്. ഇനി അതിങ്ങനെ ഒരു നേരിയൊരു മടക്ക് നമ്മൾ ആദ്യം കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു ഇഞ്ചൊക്കെ വരുന്ന രീതിയിൽ താഴത്തേക്ക് മടക്കി ആ ഒരു വീതിക്ക് നമ്മൾ അടിച്ച് പോകണം കേട്ടോ. അത് നമുക്ക് വള്ളി ഇടാനുള്ള ഒരു സ്പേസാണ്. ഇലാസ്റ്റിക്കൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ചുള്ള മടക്കാണ് കേട്ടോ ഇടേണ്ടത്. ഒരുപാട് ചെറിയ ഇലാസ്റ്റിക് നമ്മളങ്ങനെ വെച്ചാൽ അതിനൊരു ബലം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ലൂസായി പോകും. അപ്പോൾ നമ്മൾ ഇച്ചിരി വീതിയുള്ള ഒരു മിനിമം 1 ഇഞ്ചെങ്കിലും വീതിയുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ തയ്ക്കണം. ഇതൊക്കെ നമുക്ക് വള്ളി ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് 1 ഇഞ്ചൊക്കെ മതിയാകും. അതേസമയം 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1.25 ഇഞ്ചോ അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഭയങ്കര നമുക്ക് വലിച്ചിടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഇനി നമ്മൾ അടുത്ത പീസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ 1/4 പീസ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ താഴെ ഭാഗം അടിച്ച് എടുക്കുകയാണ്, മടക്കി അടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ നല്ല വശമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒറ്റ പീസൊക്കെ ആകുമ്പം അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതേസമയം അകവും പുറമൊക്കെ ഉള്ള തുണികളാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല. അപ്പം അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ അരിക് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മടക്കി അടിക്കുകയാണ്. നമ്മൾ അതിൻ്റെ അരിക് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഭാഗം കൂട്ടി പിടിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് അങ്ങ് അടിച്ചു പോവാം. അപ്പം താഴത്ത് നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് കാലിൻ്റെ പാദത്തിൻ്റെ അളവെടുത്ത് തയ്ക്കുന്ന പോലെ നമ്മൾ ഓപ്പണൊന്നും കൊടുക്കുന്നില്ല അവിടെ, ഒറ്റ ഇതിലായിട്ടാണ്. അതേസമയം നമ്മൾ ഒരു ഓപ്പൺ ഇട്ടിട്ട് ഹുക്കൊക്കെ വെച്ച് കൊടുക്കണം ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കറക്റ്റ് ഇളവെടുത്താലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് നമ്മളിപ്പോൾ അങ്ങനെയല്ല കൊടുക്കുന്നത്, നമുക്ക് ആ വലിച്ച് കയറ്റുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ആ താഴത്തെ ഭാഗം ഒരു വഞ്ചിയുടെ ഷേപ്പൊക്കെ വരത്തില്ല, ആ ഒരു ഷേപ്പിൽ താഴത്ത് നമ്മൾ വീതി എടുത്തിട്ട് പിന്നെ അങ്ങ് വളച്ച് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു 1.5 ഇഞ്ചൊക്കെ വിട്ട് നമ്മൾ തയ്യൽ തുമ്പിട്ട് വെട്ടി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇത് നമ്മൾ മനസ്സിൽ കണ്ട ആ ഒരു ഇത് നമുക്ക് അതേപടി ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് അടിച്ച് പോകാം. പിന്നെ മുകളിലേക്ക് വരുന്ന ഭാഗമാകുമ്പോൾ മാത്രം ഒന്ന് അവിടെ ലൂസ് കിട്ടുന്നതായിരിക്കും നല്ലത്. നമുക്ക് എത്ര ലൂസ് കിട്ടുന്നോ അത്രയും നല്ലതാണ്. അപ്പം
അതുകൊണ്ടിട്ട് അവിടെ നമുക്കൊന്ന് ഒരുപാട് 1.5 ഇഞ്ചൊന്നും വിടണ്ട, അതിലും കുറച്ച് കൊണ്ടുവരിക, ആ ഒരു രീതിയിൽ തയ്ച്ചെടുക്കുക. അങ്ങനെ അതൊരു ഡബിൾ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ അത് അടിച്ച് കണ്ട ആ ഒരു രീതിയിൽ ഒരു ചെറിയ ഒരു കർവ് കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ച് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ആ കാല് നമുക്ക് വലിച്ച് ആ ഒരു ഇതിൽ കയറ്റാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കാല് നമുക്ക് വലിച്ച് കയറ്റാനായിട്ട് ഭയങ്കര ടൈറ്റാവും. അപ്പോൾ നമ്മൾ 2 പീസും അതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സീറ്റ് ഭാഗം ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മുടെ ഉള്ളുവശം എടുക്കുക, ഉള്ളുവശം രണ്ടും ചേർന്ന് വരത്തക്ക രീതിയിൽ അത് വെച്ചിട്ട് നമ്മൾ അത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അങ്ങ് ആ ഒരു ഇതിൽ ഒരു 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പ് വിട്ട് അങ്ങ് അടിച്ച് പോയാൽ മതി കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ചിട്ട് നമ്മൾ അടിച്ച് കളയുക കേട്ടോ. അപ്പോൾ നമ്മളത് ഒരു 1/2 ഇഞ്ച് ഇട്ട് അങ്ങ് അടിക്കുകയാണ്. അപ്പോൾ നമുക്കതങ്ങ് ഒറ്റ ഇതിലങ്ങോട്ട് അടിച്ച് നമുക്ക് പോവാം. സെൻറ്ററിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് പിന്നെ ഒന്ന് അതൊപ്പം വെച്ചിട്ട് അടിക്കേണ്ടി വരും. കാരണം അവിടെ നമ്മൾ ഒരു കർവിൽ കട്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് സ്ട്രെയിറ്റ് ലൈൻ അടിക്കണ പോലെ നമുക്ക് അടിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ അത് എപ്പോഴും നോക്കിയിട്ട് നമ്മൾ അടിക്കുന്ന ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നീങ്ങിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ആ ഒപ്പം വെച്ച് വേണം അടിച്ച് പോകാൻ. അപ്പോൾ നമ്മൾ അതടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് നമ്മൾ സീറ്റ് ആ ഒരു ഇത് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസുമായിട്ട് ടോപ്പ് പീസ് വെച്ചിരിക്കുന്നതുമായിട്ട് ജോയിൻ്റ് ചെയ്താൽ നമ്മുടെ ബോട്ടത്തിൻ്റെ പണി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ ആ ഒരു സിബ് വെക്കുന്ന പോലെ അടിച്ച് വെച്ച ഭാഗമില്ലേ, ആ ഭാഗവും അതിൻ്റെ താഴത്തെ കാല് വരണ ഏതെങ്കിലും ഒരു അപ്പുറം ഇപ്പുറവും ഒന്നുമില്ല, അതിൻ്റെ അപ്പുറം ഇപ്പുറവും ഫ്രണ്ടും ബാക്കും ഒന്നുമില്ല. ആ ഒരു താഴത്തെ വന്ന പീസിന് കേട്ടോ, ഫ്രണ്ട് വന്ന പീസിനുണ്ട്. നമുക്ക് വള്ളിയിടാനുള്ള ഭാഗമൊക്കെ നമുക്ക് ഓപ്പൺ ആയിരിക്കണ്ടേ, അതുകൊണ്ട് ടോപ്പ് പീസിന് നമുക്ക് ഫ്രണ്ടും ബാക്കും ഉണ്ട്, അത് നോക്കിയിട്ട് വയ്ക്കുക. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സീറ്റ് കർവ് ചെയ്ത് അടിക്കുന്ന ഭാഗമില്ലേ, ആ ഒരു അടിപ്പ് വന്നതും ഇതിൻ്റെ സെൻറ്റർ ആ ഒരു പട്ട പോലെ നമ്മൾ മടക്കി അടിച്ച ആ ഭാഗവും കൂടി ഒന്നിച്ച് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഒരു 2-3 ചുരുക്കുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ചുരുക്കി ഇട്ടിട്ട് നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ നമ്മളപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇപ്പം നമുക്ക് സ്റ്റിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബാക്ക് ഭാഗം നമുക്ക് അറിയാൻ പറ്റും. അതങ്ങനെ സ്റ്റിച്ചിൽ ഒറ്റ പീസിൽ തന്നെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഇത്തിരി ഭാഗം ഒന്നാം മടക്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊരു മാർക്ക് ഇട്ടിട്ടുണ്ടായിരിക്കണം അവിടെ. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതേസമയം പിന്നെയും തുണി ഒരുപാട് കിടപ്പുന്നുണ്ട് ആ സെൻറ്ററിലേക്ക് നമുക്ക് എത്താനെങ്കിൽ നമുക്ക് പിന്നെയും ചുരുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ അത് നോക്കിയപ്പോൾ അത് കറക്റ്റായിരുന്നു. ആ 2-3 ഇതിൽ തന്നെ അത് ഇതിടാനുള്ള സ്പേസ് അവിടെ ഉള്ളൂ, ബാക്കി തുണിയില്ല. അപ്പോൾ കറക്റ്റ് ആ ഒരു ഇപ്പുറത്തെ ബാക്ക് വശവും അത് രണ്ടും ഒന്നിച്ച് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പിന്നെ അങ്ങ് അടിച്ച് പോവുകയാണ്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ വശവും നമ്മൾ അപ്പുറത്തെ വശം കൊടുത്ത പോലെ തന്നെ ഇപ്പുറത്തെ വശവും നമുക്ക് 2 ഇഞ്ച് വിട്ടിട്ട് ചുരുക്കിടണമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അത് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ആ ഒരു 2 ഇഞ്ച് നമ്മൾ അതായത് അങ്ങോട്ട് എത്തണതിന് മുമ്പ് നമ്മൾ സ്റ്റിച്ച് നിർത്തിയിട്ട് നോക്കണം കേട്ടോ.
ആ ഒരു 2 ഇഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഒരു മുട്ടുസൂചിയൊക്കെ കുത്തി കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ 2 സൈഡിലും 2 ഇഞ്ച് വിട്ടിട്ട് ഒരു 2ഓ 3ഓ ചുരുക്കെടുത്ത് വെച്ചിട്ട് മുട്ടുസൂചിയൊക്കെ കുത്തി സെറ്റപ്പ് ആക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കുള്ളൂ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ മുട്ടുസൂചിയൊന്നും എടുത്ത് അങ്ങനെ ഒരു ഇതങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടിച്ച് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ചുരുക്ക് ഇട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മളിത് ആ ഒരു ഭാഗം കണ്ടോ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് അത് നമ്മളൊന്ന് അടിച്ച് പതിച്ചടിച്ച് കളയണം. അപ്പോഴാണ് അതവിടെ ബലമായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇവിടം കണ്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ താഴത്തെ ആ ഒരു സ്റ്റിച്ച് പതിഞ്ഞ് അവിടെ നിന്നോളൂ കേട്ടോ. തയ്യൽ തുമ്പ് പതിഞ്ഞ് നിന്നോളൂ, വിടർന്ന് വരത്തില്ല. നമ്മൾ ബോട്ടം അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം അതേപോലെ നമ്മൾ ചുറ്റിനും ഇതേപോലെ അടിച്ചു കൊടുക്കുക. എപ്പോഴും അടിക്കുമ്പം നമ്മൾ മടക്കും അതിൻ്റെ അടിഭാഗവും കൂടി ഒന്ന് കയ്യിൽ നോക്കുക കേട്ടോ. അത് കറക്റ്റായിട്ട് മടങ്ങി നമ്മൾ അടിക്കേണ്ട വശത്തേക്ക് മടങ്ങി നിൽപ്പുണ്ടോ എന്നുള്ളത്. നമ്മുടെ നൂല് അവിടെ വെച്ച് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വള്ളി നമ്മൾ ഈ പീസിൽ നിന്ന് തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളവിടെ വേസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു കഷ്ണത്തിൽ നിന്ന് ഒരു 3 പീസ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പീസുകൾ തമ്മിൽ ജോയിൻ്റ് ആക്കുക എന്നുള്ളതാണ്. ആ പീസുകൾ തമ്മിൽ 2 എണ്ണം ജോയിൻ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ജോയിൻറ്റിൻ്റെ ഇപ്പുറത്തെ വശം പറഞ്ഞ ഭാഗത്ത് അടുത്ത പീസ് ജോയിൻ്റ് ചെയ്തു. പിന്നെ അതൊന്ന് മടക്കി അടിച്ചു പോവുക. നമ്മൾ വള്ളിയുടെ ആ ഒരു പാകത്തിന് മടക്കി അടിച്ചു പോവുക. അപ്പം അങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ നമ്മൾ നേരത്തെ ജോയിൻ്റ് ചെയ്ത ഒരു വശം നോക്കണം കേട്ടോ. അതിൻ്റെ തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിൽ വന്ന് മടങ്ങിപ്പോകണം. അതല്ലാതെ നോക്കാണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തയ്യൽ തുമ്പ് പുറമേ ഭാഗത്ത് വന്നാൽ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പം ഇതേപോലെ മടക്കി ഒരു നേരിയതാക്കി മടക്കി അടിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നേരിയതല്ല, ഒരു 1/2 ഇഞ്ചൊക്കെ വീതി പറഞ്ഞ രീതിയിൽ മതിയല്ലോ നമുക്ക് വള്ളിയുടെ ഒരു ഇത്. ആ ഒരു രീതിയിൽ നമുക്ക് അടിച്ചു പോകാം. അപ്പം നമ്മുടെ ബോട്ടത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് വരിക കേട്ടോ. നമ്മളവിടെ ആ പതിച്ച് അടിച്ചിരിക്കുന്ന വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആവുന്നില്ല, കാരണം ആ ഒരു സെയിം. അപ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗമൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ വരണത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചുരിദാർ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ വരണത്. അപ്പോൾ നമ്മളിങ്ങനെ വേറിട്ട കണ്ടൻറ്റുകളുമായിട്ടായിരിക്കും വരണത്. എല്ലാ തരത്തിലുള്ള കണ്ടൻറ്റും ഉണ്ടാവും. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. പെയിൻറ്റിങ്, ഡാൻസ് എല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ.